Okay. Stop. ഗായ്സ്, പുതിയ ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മളെ എക്സ്പെർട്സ് ടീമും 220യും എല്ലാ ബൈക്കേഴ്സും ഇന്നലെ സ്റ്റേ ചെയ്ത് ഇവിടെ കേട്ടോ. നൈറ്റ് ക്യാമ്പ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്തത്. അടിപൊളി വൈബായിരുന്നു കേട്ടോ. ക്യാമ്പ് ഫയറും കറികളും എല്ലാം സെറ്റ് ചെയ്ത് ഈ കാരണം ഫ്രെയിമിനകത്താണ് നമ്മൾ ഇന്നലെ കിടന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണ ലക്ഷ്മി എസ്റ്റേറ്റ് ആണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് 2 ട്രാക്ക് അടിക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. നമ്മളവിടെ ജോയിൻ ചെയ്യുന്ന മച്ചാന്മാരാണ്. എല്ലാവരും വണ്ടിയൊക്കെ രാവിലെ സെറ്റ് ചെയ്ത് ചെയിൻ ലൂബൊക്കെ അടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മളെ ചെറുക്കത് അവിടെ ഇരുപുണ്ട്. പോണ വഴിക്ക് ഒരു ഹോട്ടലിൽ കയറണം, ഫുഡ് അടിക്കണം. അവിടെ നേരെ നമ്മുടെ ട്രെയിൻസിലേക്ക് പോകണം. അവിടെ പോയി അടിച്ച് പൊളിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് മുകളിലോട്ട് വിടാം. പോകുന്ന പോക്കിൽ നമ്മൾ ഡ്രോണിലും കുറച്ച് ക്യാമറയിലൊക്കെ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതാ കുറച്ച് സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഷ്യാമിൻ്റെ പുതിയ പേജിൽ, ഷ്യാമും നമ്മളെ വിഷ്ണുവും ഒക്കെ ചേർന്ന് നടത്തുന്ന പുതിയ പേജിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും കയറി സപ്പോർട്ട് അടിച്ചിട്ട് ഫുൾ സിനിമാറ്റിക് ഷോട്ടും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ക്യാമറ ഐറ്റംസൊക്കെ വാങ്ങിച്ച് സെറ്റപ്പ് ആക്കണം. അടിപൊളി വീഡിയോസ് ആയിരിക്കൂലേ. എൻ്റെ വീഡിയോ മെയിനായിട്ട് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കാര്യമായിട്ട് നടന്നു കേട്ടോ. അടിപൊളി സംഭവങ്ങളൊക്കെ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ പേജിൽ കാണും. അതെല്ലാവരും കയറി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തേക്ക്. ഇതാണ് ഈ ഒരു മിഡ്നൈറ്റ് ക്യാമ്പ്സിലേക്ക് വരാനുള്ള വഴി കേട്ടോ. അവിടെ ഈ ഒരു ഓഫ് റോഡാണ്. അടിപൊളി. ഇന്നലെ നമ്മുടെ വണ്ടി ഒരു കുഴപ്പവും കൂടാതെ തന്നെ കയറി ഇറങ്ങി അടിച്ച് പൊളിച്ച് ഇങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ടയർ കുറച്ച് മൊട്ടയായിപ്പോയി. അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് കപ്പെടുത്തായിരുന്നു. പിന്നെ ആ കപ്പെടുക്കുന്ന സമയത്ത് വൈസൻ്റെ ഈ ഭാഗം പൊട്ടിപ്പോയി. പെയിൻ്റ് അടിച്ച ടാങ്കാണ്. അതിൻ്റെ ഇവിടെയും കുറച്ച് സ്ക്രാച്ച് ആയിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കുന്നില്ല. ഓഫ് റോഡ് വണ്ടി ഫുൾ ത്രില്ലടിപ്പിച്ചു. അടിപൊളിയായിരുന്നു. എവിടെ ലാഗ് അടുപ്പിക്കാതെ എല്ലായിടത്തും കയറിപ്പോയി കേട്ടോ. അപ്പോൾ ഫുഡ് അടിക്കാനുള്ള ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടികൾ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കാൻ കേട്ടോ. അത് എങ്ങും വരാം. ഇനിയും വരാണ്ട്, ഇനിയും കുറച്ച് വണ്ടികൾ ഇനിയും വരാണ്ട്. ബാക്കിയുള്ളവർ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയേക്കാം. ചൂട് പൊറോട്ടയും മുട്ടക്കറിയും കണ്ടാ കഴിക്കണം. ഉച്ചയ്ക്ക് ഫുഡ് ഇല്ലാത്തതുകൊണ്ട് പൊറോട്ടയും വെള്ളം കുടിച്ചാൽ അങ്ങനെ കോന്ന് കടന്നോളും. അപ്പത്തിൻ്റെ ആളാണ്. ഇവിടുത്തെ സ്റ്റാൻഡിൻ്റെ ഒരു പട്ടിയാണ്. നല്ല കമ്പനിയാണ് കേട്ടോ. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. പോണില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എവിടെയും സ്റ്റോപ്പില്ല. നേരെ ലക്ഷ്മിയിലോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. ഫസ്റ്റിലേറ്റപ്പോൾ ഞാനാണല്ലോ കയറിപ്പോളാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒറ്റ പോക്കാണ് കേട്ടോ കയറിപ്പോളത്. സെറ്റ്. എൻ്റെ വണ്ടി കഴിഞ്ഞാണ് ഇവിടെ വന്നപ്പോഴാണ് ഓഫായി പോയത്. 6ാമത്തെ വണ്ടി ബുള്ളറ്റ് 350 7 14. ഓക്കെ, അപ്പോൾ 16 ബൈക്കുമായിട്ടാണ് നമ്മളപ്പം ലക്ഷ്മി കയറാനായിട്ട് പോകുന്നത് കേട്ടോ. ഓരോ ദിവസം കൂടുന്തോറും ഓരോ ബൈക്കുകളുടെ എണ്ണവും കൂടി പോലെയാണ്. അടിപൊളി. അപ്പോൾ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കാൻ കേട്ടോ. കേട്ടാ, വണ്ടി കയറുന്നില്ല. പോട്ടെ. ഓ, പിന്നല്ല. Two, three, start.
ഓക്കെ ഓക്കെ. എടാ എൻ്റെ പൊന്നെ, ഇതിലുണ്ട്. അതെന്ത് പോക്കാടാ പോയത്? ഞാൻ 220 കൊണ്ട് കയറ്റാണ് കേട്ടോ. 220 പറ്റും. ആദ്യം കുറച്ച് ട്രൈ ചെയ്യും, എന്നിട്ട് സഹായിക്കാൻ വരാം. പിന്നല്ല, ഒരു ലാഗുമില്ല കേട്ടാ. 220 പവർ. കമ്പനിക്കാരൊക്കെ ഈ 220 ഒന്ന് ഓഫ് റോഡ് മോഡാക്കി എടുത്തൂടെ, പൊളിച്ചനെ എനിക്ക്. ഓ ഓ ഓ ഓ ഫ്രണ്ട് റൈറ്റ് സൈഡിൽ ഫ്രണ്ട്. ഓക്കെ അല്ലേ? യെസ്, അവിടെ വെച്ചല്ലേ? എന്തൊരു കാലടയിക്കളാ കാല്. ഒറ്റ സൈഡിൽ നൂന്നല്ലോ ഇത്. കുറച്ച് മണ്ണുള്ള വഴിയാ അങ്ങോട്ട്. ആരെങ്കിലും അവിടെ വഴി പെട്ടുപോയാൽ വഴി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ പോവാം, കുറച്ച് പാടാ. ബേക്കിടന്ന് സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കും. അയ്യോ, അവര് പുകഞ്ഞ. Yes. അപ്പോൾ വണ്ടി മോളിൽ കൊണ്ട് വെച്ചിട്ട് താഴോട്ട് നടക്കാൻ കേട്ടോ. കുറച്ച് പേര് താഴെ അവിടെ പെട്ടിരിക്കണം. അപ്പോൾ അവരെ കൂടെ എങ്ങനെയെങ്കിലും വലിച്ചു കയറ്റി മുകളിലോട്ട് കൊണ്ടുവരണം. ഇതൊരു ഉൾക്കാട്ടിലാണ് കേട്ടോ ഈ ഒരു പ്രദേശം നിൽക്കുന്ന. ഇതില്ലേ ഫുൾ മരങ്ങളാണ്. അതുകൊണ്ടൊക്കെ തന്നെ വെയിലൊന്നും കൊള്ളേണ്ട ആവശ്യമില്ല. നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണലും നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് വെയിലിൻ്റെ കാടിൻ്റെ കൊണ്ട് നമ്മൾ ടയർഡാവുന്നില്ല, അല്ലാതെ ഓടിച്ച് ടയർഡാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മരയാണ് അടുത്ത് കയറി വന്നുകൊണ്ടിരിക്കണം. ഇതാ അടുത്ത ആൾക്കാരിങ്ങനെ വീണോണ്ടിരിക്കുകയാണ് കേട്ടോ. How is it? अच्छा है. നമ്മളെങ്കിലും നന്നായിട്ട് പറയാല്ലേ. ചാഹേ. ഓക്കെ, താങ്ക് യു. മൾട്ടി സ്റ്റാർ ഓണർ. ഓക്കെ, എല്ലാവരും കാഴ്ചക്കാരായിട്ടിരിക്കാൻ അവിടെ. പോട്ടാ ഞാൻ കയറി. പോയ മാറി. വേറൊരു ടാസ്ക്കാണ് കേട്ടോ ഇത്.
കഴിഞ്ഞണം വന്നപ്പം ഫുള്ള് വെള്ളമായിരുന്നു ഈ ഭാഗത്ത്. ചെമ്പടിക്കാനായിട്ട് പോവുകയാണ്. ഫുള്ള് കുടിപ്പോയിട്ട് എഞ്ചിന്റെ പകുതിയോളം വെള്ളത്തിൽ മുങ്ങിയിരിക്കുക എക്സ്പ്രസ്. വണ്ടി തിരിച്ച് കയറ്റുന്നില്ല, വണ്ടി തിരിച്ച് മുമ്പോട്ട് തന്നെ പോവുകയാണ്. ഷാമിന്റെ വണ്ടി ഈ ചെളിയിൽ കൂടെ നമുക്ക് കയറ്റി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലെസ്റ്റ് പേസ്റ്റിലുള്ള പരിപാടി ഇപ്പോൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കയറാനായിട്ടുണ്ട്. റിവർ ക്രോസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇനി ചാടി മറിഞ്ഞ് വണ്ടി കപ്പെടുക്കുന്നത്, ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഇനിയും ഒരുപാട് കാണാനായിട്ടുണ്ട്. അപ്പം അത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് കാണാം. വീഡിയോ ലെങ്തായിട്ട് അപ്പോൾ ഇവിടെ വെച്ച് ഈ ഒരു പാർട്ട് വൈൻഡപ്പ് ആക്കിയാണ്. അപ്പോൾ അടുത്ത പാർട്ട് ആരും മിസ് ചെയ്യില്ലേ. ഓക്കെ, സ്റ്റേ ട്യൂൺ.